എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ബിഫാം ലാറ്ററൽ എൻട്രി 2022 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് എന്നിവ നൽകാനുണ്ടാവും. അതുപോലെ അവിടെ കാണുന്ന ആ ഒരു ആക്സസ് കോഡ് നൽകുന്നതിനും, അതായത് ഇവിടെ ഇമേജിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ സാധിക്കും. ആ ഒരു ആക്സസ് കോഡ് ഇവിടെ നൽകണം. അതിനുശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 24-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എക്സാമിനേഷന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് എന്നുള്ള മെനു ഐറ്റം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ എക്സാമിനേഷന് പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് കൂടി നിങ്ങൾ കൊണ്ടുപോവേണ്ടതാണ്. അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്ക് ഗൈഡ് ലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം, അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷയ്ക്ക് 26-ാം തീയതി പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡുമായി പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതി പരിചയപ്പെടുത്തുന്നതിനായി മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. തുടർന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ നടക്കും. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ബിഫാം ലാറ്ററൽ എൻട്രി പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യവും 120 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുന്നതിനായി റിപ്പോർട്ടിംഗ് പോയിന്റിൽ നിന്നും വിതരണം ചെയ്യുന്ന ആക്സസ് കാർഡിൽ വിദ്യാർത്ഥികളുടെ സീറ്റ് നമ്പർ, യൂസർ നെയിം, പാസ്വേഡ് എന്നിവ അടങ്ങിയിരിക്കും. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ, ആധാർ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ടുവരേണ്ടതാണ്. കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വെക്കാൻ പാടില്ല. പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രവേശന പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. രക്ഷിതാക്കൾ ഓൺലൈൻ പരീക്ഷ നടക്കുന്ന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യം വേണ്ട സാമഗ്രികൾ പേന, പെൻസിൽ എന്നിവ കയ്യിൽ കരുതേണ്ടതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ ഇൻവിജിലേറ്റർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അപ്പോൾ പരീക്ഷാളിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി അനുവദിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിച്ച റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ കേന്ദ്രത്തിൽ ഹാജരാവേണ്ടതാണ്. പരീക്ഷ സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ വെബ്സൈറ്റിലുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് 24-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ 26-ാം തീയതിയാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ, ബിഫാം ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.